മദ്യനയ അഴിമതി കേസ് മുഖ്യമന്ത്രി കെജ്രിവാൾ അറസ്റ്റിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. കെജ്രിവാളിന്റെ അറസ്റ്റ് തടയാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ ഔദ്യോഗിക വസതിയിലെത്തി 2 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഇഡി സംഘം അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അറസ്റ്റിനെ തുടർന്ന് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ വൻ പ്രതിഷേധം അരങ്ങേറി. കെജ്രിവാളിന്റെ വീടിന് പുറത്തു പ്രതിഷേധിച്ച AAP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 12-അംഗ എൻഫോഴ്സ്മെന്റ് സംഘം കെജ്രിവാളിന്റെ വീട്ടിൽ സെർച്ച് വാറന്റുമായി എത്തുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇഡി കസ്റ്റഡിയിലെടുത്തു. കെജ്രിവാളിനെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇഡി ആസ്ഥാനത്ത് വൈദ്യപരിശോധന നടത്തും. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു. ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം 2021 പ്രാബല്യത്തിൽ വന്നത്. ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിച്ച CBI ക്രമക്കേടുണ്ടെന്ന് കാട്ടി പ്രാഥമിക റിപ്പോർട്ട് നൽകി. ഇതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. വിവാദത്തെ തുടർന്ന് 2023 ജൂലൈ 31 ഈ മദ്യനയം പിൻവലിച്ചു. ലൈസൻസ് സ്വന്തമായുള്ളവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചുവെന്നതായിരുന്നു കേസിലെ പ്രധാന ആരോപണം. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്തു. മദ്യനയത്തിലെ ക്രമക്കേടുകളിലൂടെ ലഭിച്ച 100 കോടിയിലേറെ രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP ഉപയോഗിച്ചുവെന്നാണ് ഇഡിയുടെ പ്രധാന ആരോപണം. കേസിൽ അറസ്റ്റിലായ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഏപ്രിൽ 6 വരെ നീട്ടി. ഫെബ്രുവരി 26 CBI സിസോദിയെ അറസ്റ്റ് ചെയ്തത്. മാർച്ച് 9 ഇഡിയും അറസ്റ്റ് രേഖപ്പെടുത്തി. 21-22 വർഷത്തിൽ ഡൽഹി സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ച എക്സൈസ് നയത്തിൽ അഴിമതിയും ഗൂഢാലോചനയും നടന്നുവെന്നും അതുവഴി 2873 കോടി രൂപ ഖജനാവിന് നഷ്ടപ്പെട്ടുവെന്നാണ് കേസ്. എന്തായാലും കെജ്രിവാളിന് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്.